ഹായ്, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ അടിപൊളിയായിട്ടൊരു ബീഫ് റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ നമുക്കിന്ന് പാകം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് 1/2 കിലോ ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഒരു ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു പെരിഞ്ചീരകം, പെരിഞ്ചീരകവും കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 തണ്ട് പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. നമുക്കിനി ഇതിലേക്ക് ഒരു 10 ചുള ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ചെറിയ ചുവന്നുള്ളിയാണ്. ഇതിനെ നന്നായിട്ടിട്ട് വഴറ്റി കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ചുവന്നുള്ളി ചെറുതായി വാടി വന്നിട്ടുണ്ട്. ആ വാടിയ സമയത്ത് നമുക്ക് ഒരു സവോളയുടെ ചെറിയ കഷ്ണം സ്ലൈസായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇനി നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം. നമുക്ക് ചെറിയ തീ കിടന്ന് ഇവനെ നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാം. ഈ ചുവന്നുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ബീഫിനൊക്കെ നല്ല രുചി കിട്ടും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം. ഓരോന്നായി ലേശം മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടി കുറച്ചിടുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല. പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, ലേശം ഗരം മസാല. ഇവനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊന്ന് എല്ലാം കൂടി ചേർന്നൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ബീഫ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 കിലോ ബീഫ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. തേങ്ങാപ്പാലും മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ബീഫിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിരിക്കുകയാണ്.
നമുക്കിനി തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മല്ലിയിലയും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ നാടൻ രീതിയിലുള്ള ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ട്രൈ ചെയ്യുക കേട്ടോ. ബ്രെഡിനും അപ്പത്തിനും പെറോട്ടയ്ക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു ബീഫ് റോസ്റ്റാണ്. നമ്മുടെ നാടൻ ചേരുവകളിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവമായി വീണ്ടും കാണാം.